കേരളത്തിന്റെ അഭിമാന സ്തംഭമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെ തകർക്കാൻ വൻതോതിലുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നതായി സൂചന. ചപ്പാത്ത് കോട്ടുകാൽ സ്റ്റോക്ക് യാർഡിൽ നിന്ന് 40 കോടിയോളം രൂപ വില വരുന്ന നിർമ്മാണ പാറകൾ ദുരൂഹ സാഹചര്യത്തിൽ കടത്തിക്കൊണ്ടുപോയ കേസിൽ കേരളത്തിലെ ഒരു മുൻ പ്രമുഖ മന്ത്രിയുടെ അടുത്ത ബന്ധുവും സംശയനിഴലിലായതോടെ സംഭവം കടുത്ത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വിവാദങ്ങളിലേക്ക് വഴിമാറുകയാണ്. അദാനി പോർട്ടിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന മലബാർ സ്വദേശിയായ ഈ ഉദ്യോഗസ്ഥനെ കല്ലുമോഷണ വിവാദത്തിന് പിന്നാലെ കമ്പനി അടിയന്തരമായി പുറത്താക്കിയിരുന്നു. തുറമുഖത്തിന്റെ പേരിൽ 300 കോടിയുടെ സമാന്തര ടെൻഡർ തട്ടിപ്പ് നടത്തി മുങ്ങിയ മലപ്പുറം അരീക്കോട് സ്വദേശി സൽമാനുൽ ഫാരിസുമായി ഈ മുൻ മന്ത്രി ബന്ധുവിന് എന്തെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആന്തരിക വിവരങ്ങളും രേഖകളും ചോർത്തി നൽകാൻ കമ്പനിക്കുള്ളിൽ തന്നെയുള്ള മലബാർ ലോബി ഒത്തുകളിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത്. ഈ വിവരങ്ങൾ കൈക്കലാക്കിയാണ് പുറത്തുനിന്ന് സൽമാനുൽ ഫാരിസിനെ പോലെയുള്ളവർ കോടികളുടെ സമാന്തര തട്ടിപ്പ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. തുറമുഖ നിർമ്മാണത്തിനായി യാർഡിലെത്തിച്ചിരുന്ന 4.5 ലക്ഷം മെട്രിക് ടൺ പാറകൾ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ ഒത്താശയോടെ മറ്റ് ഹൈവേ നിർമ്മാണങ്ങൾക്കും പ്രാദേശിക ആവശ്യങ്ങൾക്കുമായി മറിച്ചുവിറ്റ വൻ അഴിമതിയാണ് ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവന്നത്. തട്ടിപ്പ് വെളിപ്പെട്ടതോടെ അദാനി ഗ്രൂപ്പ് ചീഫ് അക്കൗണ്ടന്റ് ഉൾപ്പെടെ ക്വാറി ചുമതലയുണ്ടായിരുന്ന 5 ഉയർന്ന ഉദ്യോഗസ്ഥരെ കമ്പനി പിരിച്ചുവിട്ടിരുന്നു. ഇതിൽ മുൻ മന്ത്രിയുടെ ബന്ധുവായ മലബാർ സ്വദേശിക്ക് വടക്കൻ കേരളത്തിലെ വൻകിട ക്വാറി മാഫിയകളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പാറകളെല്ലാം ചതുപ്പിൽ താഴ്ന്നുപോയി എന്ന പ്രതികളുടെ വിചിത്രമായ ന്യായീകരണത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കല്ലുമോഷണ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് സൽമാനുൽ ഫാരിസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പേരിൽ 300 കോടിയുടെ മെഗാ പ്രോജക്ട് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഉപകരാർ അഥവാ സബ് കോൺട്രാക്ട് തനിക്ക് ലഭിച്ചെന്ന തരത്തിലാണ് ഇയാൾ വ്യാജ കരാർ രേഖകൾ നിർമ്മിച്ചത്. മുൻ വിഴിഞ്ഞം CMD ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള ഉയർന്ന IAS ഉദ്യോഗസ്ഥരുടെ വ്യാജ ഒപ്പുകളും ഔദ്യോഗിക സീലുകളുമാണ് ഇതിനായി നിർമ്മിച്ചത്. കമ്പനിക്കുള്ളിലെ ഉന്നതരുടെ കൃത്യമായ സഹായമില്ലാതെ ഇത്രയും വലിയ തട്ടിപ്പ് ഫയലുകൾ നിർമ്മിക്കാൻ കഴിയില്ലെന്നാണ് സിറ്റി പോലീസ് വിലയിരുത്തുന്നത്. ഈ വൻകിട അഴിമതികളും കല്ലുമോഷണവും കാരണം കഴിഞ്ഞ 3 മാസമായി വിഴിഞ്ഞത്തിലേക്ക് ഒരു ലോഡ് പാറ പോലും എത്തുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. തുറമുഖത്തെ അന്താരാഷ്ട്ര പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ അദാനി ഗ്രൂപ്പ് വിഭാവനം ചെയ്ത 16,000 കോടി രൂപയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നിലവിൽ പൂർണ്ണമായും നിശ്ചലമാണ്. പുലിമുട്ട് നിർമ്മാണത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ 2ാം ഘട്ടത്തിന് 77 ലക്ഷം ടൺ പാറ ആവശ്യമായിടത്ത് നിലവിൽ 50 ലക്ഷം ടൺ പാറയെങ്കിലും അടിയന്തരമായി വേണം. എന്നാൽ ലോബികളുടെ കളി കാരണം നിർമ്മാണം വഴിമുട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന തുറമുഖ വകുപ്പിന് കീഴിലാണ് ഈ അട്ടിമറികളെല്ലാം നടന്നിരിക്കുന്നത് എന്നത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തി പാറ ലഭ്യമാക്കാനുള്ള ഗ്രീൻ ചാനൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഏഷ്യയുടെ വാണിജ്യ കവാടമാകേണ്ട വിഴിഞ്ഞം വലിയ പ്രതിസന്ധിയിലാകും. ഒരു വശത്ത് മുൻ മന്ത്രി ബന്ധു ഉൾപ്പെട്ട കല്ലുകള്ളന്മാർ പദ്ധതിയെ ശാരീരികമായി തകർക്കുമ്പോൾ മറുവശത്ത് വിഴിഞ്ഞത്തിന്റെ പേരിൽ 300 കോടിയുടെ വ്യാജരേഖ ചമച്ച സൽമാനുൽ ഫാരിസിനെ പോലെയുള്ള കള്ളന്മാർ പദ്ധതിയുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചതിക്കുന്നത്. സൽമാനുൽ ഫാരിസ് ഒരു കണ്ണി മാത്രമാണെന്നും മുൻ മന്ത്രിയുടെ ബന്ധുവായ മുൻ ഉദ്യോഗസ്ഥനടക്കമുള്ള വൻ ശക്തികളുടെ പിന്തുണ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ഇന്റലിജൻസ് നിഗമനം. വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ലോബിയിങ് നടത്തുന്ന ഏതെങ്കിലും അയൽ രാജ്യങ്ങളിലെ തുറമുഖ ഏജൻസികൾക്ക് ഈ 2 തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നതും കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ സംയുക്തമായി പരിശോധിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ നടക്കുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സിറ്റി പോലീസ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമല്ലാത്ത യാതൊരു നിക്ഷേപ വാഗ്ദാനങ്ങളിലും വീഴരുത്. ഇത്തരത്തിൽ ആരെങ്കിലും പണം നൽകി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തമ്പാനൂർ പോലീസിൽ വിവരമറിയിക്കുക.